പെണ്ണെ 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 ഒരു രൂപ കൂടെ തരുവോ 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 ഒരു രൂപ കൂടി തരുമോന്ന്. എടാ ഈ വെള്ളം ഓടിക്കുന്നതൊക്കെ ഒരു രീതിയുണ്ട്, അല്ലാതെ ഈ കരിക്ക് കുടിക്കുന്ന കുപ്പിയെടുത്ത് കമത്തിയാൽ എങ്ങനെ ഇരിക്കും? ഒന്ന് പോടാ, ഞാൻ ഫിറ്റാ. അത് തന്നെയാണ് ഇവനും പറഞ്ഞത്, നീ ഫിറ്റ് ആണ്. ആ ഫിറ്റ് അല്ല, ഫിറ്റ്നസ്. തന്നെയാളിയാ. ഹലോ ഹലോ. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എടാ ഒന്ന് മിണ്ടായടാ, ഞാൻ എൻ്റെ സ്നേഹമിസ്സിനെ ഒന്ന് വിളിച്ചോട്ടെ. എനിക്ക് ഈ നേരത്താണ് ബയോളജിക്ക് ഡൗട്ട് വന്നാറ്. ശല്യം. ഏതോനാടാ മെസ്സേജ് അയച്ചു ഓർപ്പിക്കുന്നത്? അളിയാ പീസ് പീസ്. പീസാ എവിടെ? ആ പീസല്ല, നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഫുള്ള് തുണ്ടളിയാ. ഏത് തണ്ടിയുടെ ഗ്രൂപ്പിൽ തുണ്ടിട്ടെ? ടീച്ചേഴ്സും ഗേൾസും ഒക്കെ ഉള്ള ഗ്രൂപ്പല്ലേ? തണ്ടി ഞാനാ. എന്റെ ഫോണിന്റെ ഈ തണ്ടിയിടാ. അയ്യോ സോറി, ഒരു അബദ്ധം പറ്റി പോയതാ. നിക്ക്, ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് തരാം. പ്രശ്നം തീർന്നില്ലേ? എടാ മണ്ട, ഡിലീറ്റ് ഫോർ എവരിവൺ ആടാ കൊടുക്കണ്ടേ? ഇത് പണി കൊല്ലും. തീർന്നടോ റോഷ, നീ തീർന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ. അറിഞ്ഞടാ, ഓഫീസിലെ ചേച്ചി അറിഞ്ഞടാ, നീ തീർന്നടാ. മോറ് ഇവനെന്റെ പേര് ചെയ്തേക്കാൻ വേണ്ടിട്ട് എല്ലാരും അറിഞ്ഞോണ്ട് എല്ലാരും എന്നെ തന്നെ നോക്കണ്. എടാ അളിയാ, നമ്മളിപ്പോ ഒരു കല്യാണത്തിന് വിളിക്കാതെ പോകുമ്പോ നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കത്തില്ല, അത്രേ ഉള്ളത്. നീ ഒറ്റ പിന്നില് റോഷ, ഫുള്ള് വെറൈറ്റി ഐറ്റംസ് ആണല്ലോ അളിയാ കയ്യില്. ഇതൊക്കെ ഏത് സൈറ്റ്? ഒരുത്തിന് ഇവിടെ ട്രൗസർ കയറി നിൽക്കുമ്പോ അവരെ കോണാൻ വലിക്കാതെ ഇനി ഇത് പ്രിൻസ് അറിഞ്ഞിണ്ടാവോ? അറിയാതെ പിന്നെ. എടാ നിനക്കറിയോ, അയാളാണ് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ. നീ തീർന്നു റോഷ, തീർന്നു. റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം ഇൻ വാട്ടർ. ഇടുന്ന പീസിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും ഓരോ റിയാക്ഷനും മാറിക്കൊണ്ടിരിക്കും. സൈലന്റ്. ഐ മീൻ പീസ് ഓഫ് പൊട്ടാസ്യം, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച പീസ് അല്ല. കെമിസ്ട്രി ഇവിടെ നോക്ക്. പൊട്ടാസ്യം മെറ്റൽ റിയാക്ട്സ് വെരി റാപ്പിഡ്ലി വിത്ത് വാട്ടർ to form a colorless solution of potassium hydroxide and hydrogen gas. Okay? The resulting solution is basic because of ഇവൻ തീർന്നു. the reaction is exothermic. റോഷനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. റോഷനെ പീസ് വിളിക്കുന്നു. പ്രിൻസ് വിളിക്കുന്നു. റോഷനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. നിന്റെ ടൈം തെളിഞ്ഞടാ മോനെ. എന്റെ പേര് പറയല്ലടാ പ്ലീസ്. Get up, get up. എണീച്ച് വാ. യു കണ്ടിന്യൂ. ആയിക്കോട്ടെ. കം ഓൺ. എന്തായാലും TC ഉറപ്പാ. അപ്പോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വെളിവില്ലാതെ പീസ് ഇട്ടാൽ റിയാക്ഷൻ വളരെ വലുതായിരിക്കും. താങ്ക് യു. കുട്ടികളുടെ ഒരു കാര്യം. സംഭവം പ്രിൻസിന്റെ അടുത്ത് വരെ എത്തി. ഇനിയും നീ അവനായിട്ട് കൂട്ടുകൂടി നിനക്ക് ഭയങ്കര ചീത്തപ്പേരായിരിക്കും. അവനെ വിട്ടേക്കടി. ഞാനാണെങ്കിൽ അവന് മൈൻഡ് പോലും ചെയ്യും. നിൽപ്പുണ്ടല്ലേ, സ്റ്റുഡന്റ് ഓഫ് ദി ഇയറിന്റെ അവാർഡ് വാങ്ങി വന്ന് നിൽക്കുന്ന പോലെ കാണാൻ കേട്ടവൻ. പഠിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ നിനക്കൊന്നും തോന്നിയാസ് കളിക്കാനല്ല. സോറി സാർ, ഒരു അബദ്ധം പറ്റിയത്. ഇതിന് അബദ്ധം എന്നല്ല പറയാ, ആഭാസം. ഏതായാലും അച്ഛനെയും കൂട്ടി വന്നിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. സാർ അച്ഛൻ എന്താ അച്ഛല്ലേ? അല്ല സാർ, അച്ഛൻ നാട്ടിലില്ല, ഗൾഫില. വെറുതെ അല്ല അങ്ങനെ തോന്നിയാസം കളിച്ചുകൊണ്ട് നടക്കുന്നു. അമ്മമാര് വളർത്തുന്ന എല്ലാ മക്കളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. ഒരു കാര്യം ചെയ്യ്, അമ്മയെ കൂട്ടിട്ട് വാ. സാറേ, ഇത് അമ്മയോട് എങ്ങനെ പറയും സാർ? എന്നാ ഞാൻ വന്ന് പറയടാ. എടാ, ഇതൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണം വീടിനകത്ത് അമ്മയും ബഹളമൊക്കെ ഉണ്ടെന്ന്. ഇതുപോലുള്ള വൃത്തികെട്ട വീഡിയോസ് കണ്ടു നടക്കുന്ന നിന്നെ പോലുള്ളവരാ ഈ പീഡന കേസിലൊക്കെ ചെന്ന് കാണുന്നത്. മനസ്സിലായോ? സോറി സാർ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല സാർ. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാ അമ്മയും കൂട്ടി വരാൻ പറഞ്ഞു. ഇതുകൂടി വെച്ചേക്ക്. സസ്പെൻഷൻ ലെറ്ററാ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. കൈക്കാടുന്നു.
റോഷ, ഇത് ഭയങ്കര മോശമായി പോയി. നിന്റെ ക്യാരക്ടർ ഇത്ര ചീപ്പാ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിലേ ടെൻഷൻ അടിച്ചിരിക്കുക. നീ വെറുതെ കാര്യം സംസാരിക്കല്ലേ. എന്തറിയാനാണ്, നീ കാരണം എനിക്ക് കൂടെ നാണക്കേടായി. നിനക്ക് എന്ത് നാണക്കേട്? നിന്നെ ഇഷ്ടപ്പെട്ട തന്നെയാ ഇപ്പൊ ഏറ്റവും വലിയ നാണക്കേട്. നീ ഒരു വൃത്തിയേട് കാണിക്കുമ്പോ അത് എന്നെയും കൂടി എഫക്ട് ചെയ്യുന്നേ. നീ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് പോയേ. ആ പോവാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. എന്താണ്? എനിക്കിനി നമ്മുടെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. പ്രിയ, പോടി പുല്ലേ പുല്ലേ.